കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു വെട്ടി നിരത്തൽ പാർട്ടി തന്നെയാണ്. അതിപ്പോൾ ലീഡറിൻ്റെ കാലത്തായിക്കോട്ടെ, ലീഡറിൻ്റെ കാലത്ത് AK ആൻ്റണി ഒരുമിച്ച് നിൽക്കുമ്പോൾ അന്ന് തിരുത്തൽ ഗ്രൂപ്പ് ഉണ്ടാക്കി വന്ന ആളാണ് ചെന്നിത്തല. പിന്നീട് ഈ ഗ്രൂപ്പിലേക്ക് തന്നെ ചെന്നിത്തല വന്നു. ഉമ്മൻചാണ്ടി വരുന്നത് എങ്ങനെയാണ്? AK ആൻ്റണിയെ മറിച്ചിട്ടിട്ടാണ് ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വരുന്നത്. ആ കാലത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയൊക്കെ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കുമ്പോഴും വീതം വെപ്പാണ്, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വീതം വെപ്പാണ്. ഞാൻ ആ കാലത്തൊക്കെ തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരും, ചർച്ച നടത്തും, പിന്നീട് വീതം വെപ്പാണ്. അത് KPCC ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, ഇനി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ആയിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, വീതം വെപ്പാണ്. അതിനിടയിൽ വയലാർ രവി ഗ്രൂപ്പ്. ഏതായാലും ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഒരു KC അനുകൂല ഗ്രൂപ്പായി മൊത്തത്തിൽ മാറുന്നൊരു സാഹചര്യമാണ് ഏതായാലും കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇതൊരു പടയൊരുക്കമല്ല, KC വിരുദ്ധ പടയൊരുക്കമല്ല, KC യുടെ പടയൊരുക്കമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.